ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയൊരു ടാറ്റ നെക്സോൺ എടുക്കുമ്പോൾ എങ്ങനെ ഈ വണ്ടിയിൽ ക്രൂസ് ഓൺ ആക്കും എന്നുള്ളതാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. നമുക്കൊരു വണ്ടി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടാറ്റ നെക്സോൺ EV ആണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കിലോമീറ്ററിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമാണ് നെക്സോണിൽ ക്രൂസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം 30 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് വണ്ടിയുടെ സ്പീഡ് കൊണ്ടുവന്നതിന് ശേഷം ഈ ക്രൂയിസിൻ്റെ ബട്ടൺ അമർത്തുക. ഇതാണ് ക്രൂയിസിൻ്റെ ബട്ടൺ വരുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് ക്രൂയിസിൻ്റെ എംബ്ലം കാണിക്കും. അതിൽ ക്രൂയിസ് നമ്മളിനി സെറ്റ് ചെയ്യണം. എത്ര കിലോമീറ്റർ സ്പീഡിലാണോ നമ്മൾ ക്രൂയിസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കിലോമീറ്റർ റേഞ്ചിൽ വണ്ടി എത്തിക്കുക. ഇപ്പോൾ വണ്ടി ഉള്ളത് 57 കിലോമീറ്റർ റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ഈ 57 കിലോമീറ്റർ റേഞ്ചാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് 57 ആ ലെവലിൽ എത്രയാണോ എത്തിക്കേണ്ടത് ആ ലെവലിൽ എത്തിച്ചതിന് ശേഷം ഇവിടെയുള്ള ഈ സെറ്റ് ബട്ടൺ എന്നുള്ളിടത്ത് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ കാണാം അത് ക്രൂയിസ് സെറ്റായി എന്നുള്ളത്. ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് കാണിക്കാം. ഇവിടെ കാണിക്കാം 58 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്കിവിടെ ക്രൂയിസ് സെറ്റായിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് അതൊരു ഡൗട്ടായിട്ടുണ്ടായിരുന്നു. എനിക്കും അതൊരു ഡൗട്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്കിതിൽ തന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്. ഒരു ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൂയിസ് കട്ടാവും. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഇനി വണ്ടി ഓവർടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടീനെ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട്, ഞാനിപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഏതിലാണോ നമ്മൾ ക്രൂയിസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ക്രൂയിസിൽ തന്നെ പോകും. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ക്രൂയിസ് മാറത്തുള്ളൂ. അതുവരെ നമുക്ക് ഈ സെയിം ക്രൂയിസിൽ തന്നെ പോകും. ഓക്കെ, താങ്ക് യു.